പഴയങ്ങാടിയിലെ അനധികൃത പാർക്കിങ്ങിനെതിരെ നടപടിയുമായി ഏഴോം പഞ്ചായത്തും പഴയങ്ങാടി പോലീസും വിവിധയിടങ്ങളിൽ നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചു. എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. പഴയങ്ങാടി പട്ടണത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. അനധികൃത പാർക്കിംഗും ഗതാഗതക്കുരുക്കിന് പ്രധാന കാരണമാണ്. പലപ്പോഴും എരിപുരം മുതൽ പഴയങ്ങാടി വരെ റോഡരികിൽ വാഹനങ്ങളുടെ നീണ്ട നിര തന്നെയാണ് ഉണ്ടാവാറ്. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ തിരക്കേറിയ KSTP റോഡിലൂടെ പോകേണ്ടി വരുന്നത് കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. ബസ് സ്റ്റാൻഡിലും അനധികൃത പാർക്കിംഗ് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു. ഏഴോം പഞ്ചായത്തും പഴയങ്ങാടി പോലീസും ചേർന്നാണ് നിലവിൽ വിവിധയിടങ്ങളിൽ നോ പാർക്കിംഗ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. പഴയങ്ങാടിയിലെ ഗതാഗത പരിഷ്കരണത്തിനായി പദ്ധതി കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണെന്ന് MLA പറഞ്ഞു. പഴയങ്ങാടിയുടെ ഈ ഗതാഗത പ്രശ്നം അത് ശാശ്വതമായി പരിഹരിക്കുന്ന പോലെയുള്ള ഇടപെടലുകൾ നമുക്ക് നടത്തണം. നേരത്തെ തന്നെ പഞ്ചായത്തും അതുപോലെ തന്നെ പോലീസും ഒക്കെ ചേർന്നുകൊണ്ടുള്ള നിരവധി നടപടികൾ നടത്തിയിട്ടുണ്ട്. ഏതായാലും അതൊരു വിപുലമായ അടിസ്ഥാനത്തിൽ MLAയുടെ തന്നെ സാന്നിധ്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഓട്ടോത്തൊഴിലാളികൾ, വ്യാപാരികൾ, മാധ്യമപ്രവർത്തകർ, രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെല്ലാം പങ്കെടുത്തുകൊണ്ട് ഒരു വിപുലമായ യോഗം ചേർന്നുകൊണ്ട് ഒരു പ്രത്യേകമായ പഴയങ്ങാടിയുടെ ഗതാഗതമായ പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ആലോചനകൾ നടത്തണമെന്നാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ കൂടി ഭാഗമായിട്ട് അതിനുപരിയായിട്ടാണ് ഇപ്പോൾ കേരള പോലീസും അതുപോലെ തന്നെ ഏഴോം പഞ്ചായത്തും ഉൾപ്പെടെ ചേർത്തുകൊണ്ട് ഇവിടെ നോ പാർക്കിംഗ് ബോർഡുകൾ ഇപ്പോൾ സ്ഥാപിക്കുന്നത്. അത് തീർച്ചയായും ഈ നോ പാർക്കിംഗ് ബോർഡുകൾ കണ്ടു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടുള്ള ബോധവൽക്കരണ ഭാഗമായി അവിടെ നിന്ന് വാഹനങ്ങൾ മാറ്റുക അത് പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ പഴയങ്ങാടിയുടെ ട്രാഫിക് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി എന്തൊക്കെയാണ് നമുക്ക് നടപ്പിലാക്കാൻ പറ്റുക, അതേതായാലും ഒരു പൈലറ്റ് പദ്ധതിയായി നമുക്ക് നടപ്പിലാക്കണമെന്നതുമാണ് പ്രാഥമികമായി ആലോചിക്കുന്നത്. നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് പഴയങ്ങാടി SI P സുഹൈൽ പറഞ്ഞു. നിലവിൽ നടപടിയെടുത്ത് വരുന്നുണ്ട്. അത് എന്തെല്ലാം നടപടികളാണ് പൈലറ്റ് പദ്ധതിയായിട്ട് നടപ്പാക്കാൻ പറ്റുക എന്നുള്ളത് ഇവിടെ ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് കൂടിച്ചേർന്ന് ബഹുമാനപ്പെട്ട MLAയുടെയും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും ഏറ്റവും ഉചിതമായ തീരുമാനം എടുക്കാം. ഈ ബോർഡ് വെച്ചത് പ്രകാരം ഇനി ട്രാഫിക് വയലേഷൻ നടത്തുന്നതിനെതിരെ കർശനമായ നടപടിയായിട്ട് പഴയങ്ങാടി പോലീസ്. ഗതാഗതക്കുരുക്കഴിക്കാൻ ഏഴോം പഞ്ചായത്ത് അധികൃതരും മുന്നിട്ടിറങ്ങുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് P ഗോവിന്ദൻ, ജസീർ അഹമ്മദ്, റഷീദ് പട്ടുവം തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.